അങ്ങനെ ആഗ്രഹിച്ചതിന് അർദ്ധരാത്രി നമ്മുടെ സേന തുടക്കം കുറിച്ചു. ഇനി കാത്തിരുന്ന് കാണാം. ഏറ്റവും സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ജനം കേട്ടുകൊണ്ടിരിക്കുന്നത്. പലരും ആഗ്രഹിച്ച ഒന്നായിരുന്നു, എപ്പോൾ നാം ഒരു മറുപടി പാകിസ്ഥാന് കൊടുക്കുന്നതെന്ന്. ഇപ്പോൾ മറുപടി കൊടുത്തു കഴിഞ്ഞു. കാണാം ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണ് പാകിസ്ഥാനിൽ നിന്നും ഉണ്ടാകുന്നതെന്ന്. അത്ര വിദൂരമായിരിക്കില്ല. പാകിസ്ഥാൻ ജനത തന്നെ അവരുടെ ഭ്രാന്തന്മാരായ മന്ത്രിമാരെ വകവരുത്തും. അതിൽ യാതൊരു ഇതുമില്ല. ആ ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. എനിക്ക് മറ്റൊന്ന് പറയാനുള്ളത്, ഈ കോൺഗ്രസ് നേതാവ് ഖാർഗെയോട് പറയാനുള്ളതാണ്. താങ്കൾ ദയവ് ചെയ്ത് നടത്തുന്ന ചില പ്രഖ്യാപനങ്ങൾ സത്യമായിരിക്കാം, അസത്യമായിരിക്കാം. അതിനുള്ള സമയമല്ല ഇത്. താങ്കളൊരു പക്വതയുള്ളൊരു കോൺഗ്രസ്സുകാരൻ എന്നാണ് അറിയപ്പെടുന്നത്. എങ്കിലും താങ്കൾക്ക് എൻ്റെ ഒപ്പമുള്ള പ്രായമില്ല. താങ്കളുടെ ചില സമയത്ത് വില കുറഞ്ഞ പ്രഖ്യാപനങ്ങൾ വളരെ അലോസരപ്പെടുത്തിയാണ് ജനങ്ങളെ. ദയവ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പാർട്ടിക്ക് ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കാത്ത പലതിലും കിടന്ന് നട്ടം തിരിയുമ്പോൾ ഒരു അനവസരത്തിൽ ചെയ്തുകൂടാത്ത കാര്യങ്ങളെയാണ് നിങ്ങൾ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലീസ് മിസ്റ്റർ ഖാർഗെ, അതങ്ങ് നിർത്തിക്കളയുക. ഒപ്പം എനിക്ക് ശ്രീ രാഹുൽ ഗാന്ധിയോടും പറയാനുള്ളത്, നിങ്ങളും കുറച്ച് തന്മയത്വമായി കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക. ആവശ്യത്തിന് നിങ്ങൾക്ക് പാർട്ടികളിലുള്ള തലവേദനയുണ്ട്. ഇപ്പോൾ രാജ്യം ഒരു യുദ്ധ സന്നാഹത്തിലാണ്. ഇപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രചോദനം പട്ടാളക്കാർക്ക്, മിലിറ്ററിക്ക്, ഇതിൽ ഓപ്പറേഷൻ ഇടപെട്ടവർക്ക് കൊടുക്കേണ്ട സമയമാണ്. ഇവിടെ കോൺഗ്രസും BJPയും മറ്റു സംഘടനകൾ, ഇവിടെ പാർട്ടിയല്ല ഇപ്പോൾ ആവശ്യം. ഇപ്പോൾ വേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സാണ്, പ്രസക്തിയാണ്. അതിനുവേണ്ടി നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ജനത്തിനൊരാശ, ജനത്തിനൊരു പ്രത്യാശ തരുന്ന രീതിയിലുള്ളതായിരിക്കാം. താങ്കൾ ഒന്ന് വിചാരിക്കണം. ഒപ്പം ഈ ശ്രീ ഖാർഗെ ഒന്ന് വിചാരിക്കണം. മുൻകാലങ്ങളിൽ കോൺഗ്രസ് കാണിച്ച തൻ്റെ ഇടമും അവരുടെ നിശ്ചയദാർഢ്യവും അതിൻ്റെ 7 അയലുവക്കത്ത് പോകാൻ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ സാധിച്ചില്ല. ഇപ്പോഴുള്ള നേതാക്കന്മാർക്ക് സാധിച്ചില്ല. കാരണം നിങ്ങളെപ്പോഴും മറ്റവനെ ചൊറിയാൻ വേണ്ടിയാണ് നടക്കുന്നത്. നാം നിങ്ങളിലുണ്ടാകുന്ന അപാകതകളെ നിങ്ങൾ മറച്ചു വച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അപാകതകളെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുന്ന വെരി ഒരു മോശമായൊരു പ്രവണതയാണ്. അത് നിർത്തിക്കളയുക. ഇനി നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ ജനങ്ങളുടെയും സുരക്ഷിതത്വമാണ്. അതിന് ആരാണ് പ്രവർത്തിക്കുന്ന, ആരാണ് മുന്നിൽ നിൽക്കുന്നത്, അവരോടൊപ്പം വേണ്ടതിൽ നിന്ന് കഴിഞ്ഞ് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് ഇലക്ഷനും ഈ പാർട്ടി മാറ്റവും തീരുമാനങ്ങളും നേതൃത്വ മാറ്റങ്ങളൊക്കെ അതിനുള്ള സമയമല്ല. കുറച്ചെങ്കിലും അതൊന്ന് തൽക്കാലം നിർത്തി വയ്ക്കുക. നിങ്ങളുടെ പാർട്ടിക്കാരോട്, കോൺഗ്രസിനോട് പറ, ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ നാം ഫേസ് ചെയ്യുന്ന നമ്മുടെ രാജ്യത്തിന് ചില പ്രോബ്ലംസ് ഉണ്ട്. അതാണ് അതിനുവേണ്ടി നമ്മൾ മുൻതൂക്കം കൊടുക്കുക. അല്ലാതെ പാർട്ടി മാറ്റത്തിനും മറ്റൊക്കെ ഇറ്റ് ഈസ് വളരെ നാണക്കേടാണ്. അതുകൊണ്ട് നിങ്ങളുടെ പാർട്ടിക്കാരങ്ങളൊന്നും ഇപ്പം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ നേതാക്കന്മാരോടും നിങ്ങൾ പറയുക, ആവശ്യമില്ലാത്ത പ്രസ്താവനകൾ നടത്തരുതെന്ന്. സോ ഒരു സീനിയർ അംഗമായ ശ്രീ ഖാർഗെയോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇങ്ങനെയുള്ള വില കുറഞ്ഞ പ്രസ്താവനകൾ അത്
സത്യമായിരിക്കാം, അസത്യമായിരിക്കാം, അതിനുള്ള സമയമല്ല ഇത്. ചിന്തിക്കുക. ഇനി നമ്മുടെ ജനങ്ങളോട് ഒന്ന് പറയാനുണ്ട്. നമ്മൾ എന്തിനും തയ്യാറായിരിക്കണം. നമുക്ക് വലിയൊരു യുദ്ധത്തിൽ നമ്മൾ വീഴാതിരിക്കട്ടെ. നമ്മളതിനാഗ്രഹിക്കുന്നില്ല. എങ്കിൽ തന്നെയും നമ്മോട് കാണിച്ച ക്രൂരതയ്ക്ക് നമ്മൾ മറുപടി കൊടുത്തേ പറ്റൂ. അതിന് തുടക്കം കൊടുത്തു കഴിഞ്ഞു. നോക്കട്ടെ അവരുടെ പ്രതികരണം എന്താണെന്ന്. എന്ത് പ്രതികരണമായിരുന്നാലും നാം ഒറ്റക്കെട്ടായി അതിനെ നേരിടുക തന്നെ വേണം. എനിക്ക് ഒരു പ്രധാനമായ ഒരു സന്തോഷ വാർത്തയുള്ളത്, ഒരിക്കൽ ഞാൻ സർവീസിലുണ്ടായിരുന്നപ്പോൾ ഞാനടങ്ങുന്ന എൻ്റെ ബറ്റാലിയൻ കടന്നു ചെന്ന് ഞങ്ങൾ പിടിച്ച ഒരു സ്ഥലമായിരുന്നു പാകിസ്ഥാനിലെ സിയാൽകോട്ട്. അവിടെ നമ്മുടെ പട്ടാളക്കാർ അവിടെയും ആക്രമിച്ചിരിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുള്ളതാണ്. എനിക്ക് ആ പേരുകൾ ഓർക്കാൻ പറ്റി, ആ സ്ഥലങ്ങളെക്കുറിച്ച് ഓർക്കാൻ പറ്റി. അന്ന് ആ യുദ്ധത്തിൽ ആ സിയാൽകോട്ട് എയർപോർട്ടിൻ്റെ പ്രവർത്തനം ഞങ്ങൾക്ക് സ്തംഭിപ്പിക്കാൻ സാധിച്ചു. ഇന്ന് നമ്മുടെ സേന അവിടെയും കടന്നെത്തിയാണ്. ഐ എം വെരി വെരി ഹാപ്പി ഓൺ ദാറ്റ്. അതിൽ ആ ഒരു ഇത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ഒരു രോമാഞ്ചമുണ്ടായി. വീണ്ടും ആ പേരുകൾ കേൾക്കാനും അവിടേക്ക് നമ്മുടെ സേനാംഗങ്ങൾക്ക് എത്തി ഒരു പ്രഹരം കൊടുക്കാനും സാധിച്ചതിൽ ആൻഡ് ഐ എം എ ബിഗ് സല്യൂട്ട് ടു ദോസ് പീപ്പിൾ. ആരാണ് അവിടെ ചെന്ന് ആ കഴിച്ച ആ വ്യോമസേന ജവാന്മാർക്കും അതിൻ്റെ പൈലറ്റ്സും അവർക്ക് എല്ലാവർക്കും, എൻ്റെ കമാൻഡൻ്റ്, ആ സ്ക്വാഡൻ ലീഡർ എല്ലാവർക്കും 1000 അഭിവാദനങ്ങൾ. സന്തോഷമുണ്ട്. വി ആർ പ്രൗഡ് ഓഫ് യു. സോ നമ്മുടെ നാട്ടുകാരായ എല്ലാ ജനങ്ങളോടും ഒരിക്കൽ കൂടി പറയുന്നു, നമ്മൾ വീക്ഷിക്കുക, നമ്മൾ ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഇന്നലെ എനിക്ക് വളരെ സങ്കടകരമായ ഒരു വാർത്ത ഞാൻ ഇന്നലെ കണ്ടത്, ഒരു വിവരം കെട്ട ഒരുത്തൻ, പാകിസ്ഥാനിയാണെന്ന് തോന്നുന്നു, ഒരു കമൻസ് ഇട്ടിരിക്കുകയാണ്. പാകിസ്ഥാനും എന്തൊക്കെ പറയും. അങ്ങനെയുള്ള ആളെ കണ്ടു കഴിഞ്ഞാൽ പ്ലീസ് അവനെയൊക്കെ ജീവനോട് വയ്ക്കേണ്ട. പറ്റിയാണ് അവനെ ഏതെങ്കിലും പാരച്ചൂട്ടി കേട്ടുകൊണ്ട് പാകിസ്ഥാനിൽ ഇറക്കി കൊടുക്കുക. ഈ അലപരാധികളിലൂടെ വയ്ക്കരുത്. ഒരുപാട് രാജ്യസ്നേഹവും രാജ്യത്തിനോട് വെല്ലുവിളിപ്പിച്ച വലിയൊരു ഗ്രൂപ്പ്, വലിയൊരു സംഘടനയാണ് മുസ്ലിം ജനത. അവർ നല്ല ആൾക്കാരുണ്ട്, ഏറ്റവും കൂടുതൽ നല്ല ആൾക്കാരുണ്ട്. പക്ഷേ ഉള്ള കുറേ കുഴിത്തുരുമ്പുകളുണ്ട്. അവനെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ അവനെ വകവരുത്തി തന്നെയാണ്. അവനൊന്നും നമുക്ക് വേണ്ട. കാരണം ഇവനിൽ കൂടി നമുക്ക് നമ്മുടെ കുറേ സഹോദരങ്ങളെ നഷ്ടപ്പെടേണ്ടി വരും. മുസ്ലിം സഹോദരങ്ങളെ നമ്മളോടൊപ്പം ഒത്തിണങ്ങി നമ്മളെപ്പോലെ നമുക്കാലും രാജ്യഭക്തിയോട് ജീവിക്കുന്ന ഒട്ടനവധി മുസ്ലിം സുഹൃത്തുക്കളെ തകർക്കുന്ന ഇവനെങ്കിലും ആ ഒരു പേരും പറഞ്ഞ് ആ പേരിറക്കുന്ന ഇവനെ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ അവൻ വെളിച്ചം കാണാൻ പാടില്ല. ഇവിടേക്ക് വേണ്ട, അവനെ വിട്ടേക്കുക. ഇവിടെ നമ്മൾ സാഹോദര്യത്തോടു കൂടി ജീവിക്കുന്നവരാണ്, നമ്മൾ സമാധാനം കാക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അലവലാദികളെ നമ്മൾ കണ്ടെത്തിയാൽ അപ്പം തന്നെ പോലീസിൽ വിവരം അറിയിക്കുക. അവനെ അപ്പം തന്നെ ആ സ്ഥലത്തു നിന്ന് മാറ്റണം. അവരെപ്പറ്റി ഒന്നും അറിയേണ്ട കാര്യമില്ല. ഷൂട്ട് അറ്റ് സൈറ്റ്, അങ്ങനെ അവനെ അപ്പം കൊന്നുകളയുക, വയ്ക്കേണ്ട കാര്യമില്ല. കാരണം അത്ര വൃത്തികെട്ട നമ്മുടെ രാജ്യത്തിന് ചേർന്ന് നിന്ന് മറ്റുള്ള രാജ്യത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതിന് ഇവനെ ഇവിടെ ആവശ്യമില്ല. ഇവനെ കോടതി അതൊന്നും വിധിയില്ല. അവനെ അപ്പം തന്നെ ഫയർ ചെയ്ത് കളയുക. വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് അത്ര രോഷം വരെയാണ്. ഞാനാണ് അവനെ കണ്ടത്, എനിക്കറിയില്ല അവനെ. വിൽ കില്ലും. അവനെ ഇങ്ങനെയുള്ള ഒരുത്തനും ഇവിടെ ഈ നാട്ടിൽ വയ്ക്കാൻ പാടില്ല. അതുപോലെ തന്നെ എല്ലാ ജനങ്ങളോടും പറയണത്, ഇപ്പോഴ് കോൺഗ്രസ് എന്നോ BJP എന്നോ മറ്റ് ഇതര പാർട്ടികളൊന്നോ പറയേണ്ട സമയമല്ല. ഇപ്പോൾ നാം നോക്കേണ്ടത് നമ്മുടെ സുരക്ഷിതത്വമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മളോടൊപ്പമുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ, നമ്മുടെ എല്ലാ സംവിധാനങ്ങളുടെ എല്ലാ സുരക്ഷിതത്വം ഉറപ്പ് വരുത്തേണ്ടത് നമ്മളും കൂടിയാണ്. അത് എയർഫോഴ്സിൻ്റെയോ നേവിയുടെയോ ആർമിയുടെ അല്ല. അവരെല്ലാത്തിലും കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ട നമ്മുടെ ഒരു കടമ കൂടെയാണ്. സോ നമുക്ക് കാത്തിരുന്ന് കാണാം
വിജയം വരെയും ഇനി നമുക്ക് വിശ്രമം ഉണ്ടാകില്ല. കാണാം വീണ്ടും മറ്റൊരു വിധിയിലൂടെ. ജയ് ഹിന്ദ്.